അപ്പൊ സമയം ഇപ്പൊ ഏകദേശം 10:20 നമ്മളിവിടുന്ന് ഭക്ഷണം കഴിച്ചു, ഫോണൊക്കെ ഒന്ന് ചാർജിൽ വെച്ചു. അപ്പൊ നമ്മളെ കമ്പനിക്കാരൻ പാർത്തൻ അവൻ നമുക്ക് സ്റ്റേ സെറ്റ് ആക്കിയെന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങടേക്ക് തെറിക്കാം. അപ്പൊ ബാക്കി കാഴ്ചകള് പോണ വഴിക്ക് കാണാം. നമ്മുടെ യാത്രയിൽ പ്രതീക്ഷിക്കാണ്ട് കിട്ടിയൊരു അതിഥി, ഒരു ഉടുമ്പാണ്ട ആള് റോഡ് ക്രോസ് ചെയ്ത് പോണതാണ്. ഞാൻ അടുത്തേക്ക് പോയില്ല, ആള് പതുക്കെ പോയിട്ട് സൈഡിൽ കൂടെ പോകാൻ ചോദിച്ചു. ആള് പതുക്കെ പോകാണ്ട. ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒരു യാത്ര പോകണോട്ടോ, മൈൻഡൊക്കെ സെറ്റ് ആവും. ഞാൻ ജാതി ഹാപ്പിയാ. ഇവിടെ ഒരു അമ്മണ്ട സാധനം വരും കേട്ടോ, ചിലറിങ്ങിട്ട് എടാ ഓർമ്മ ഹോൺ അടിക്കണ്ടായി. മഞ്ഞില്ലടാവ് ഉള്ള പോലെ ഹോൺ അടിക്കണ്ടായി. ആടാ എന്റെ വരവേണ്ട വിഷയം കേട്ടാ. അതിപ്പോ ഉടച്ചിടാ വരാ, അതേ വീഡിയോ എടുത്താളുടെ. അയ്യോ സ്ഥലം നോക്കിയേ, രസം നോക്കിയേ. ക്യാമറയിൽ എന്തോരം കിട്ടണമെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ടാണ് ജാതി മുങ്ങിയാട്ടോ, ഒരു രക്ഷയില്ല. നമ്മൾ പിന്നെ ഒരു അടിപൊളി സ്ഥലത്തേക്ക് എത്തിയേക്കാണ്. നേരത്തെ കണ്ടതിനേക്കാളും ഭയങ്കരം എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കരം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെറുതായി പോവും, അതിഭയങ്കരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഫുള്ള് മല ഇത് കണ്ട, ഫുള്ള് മല. ആ അറ്റത്ത് കുറേ വീടുകള്. നമ്മളെ ഏകദേശം അവിടേക്ക് എത്താറുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങടേക്ക് വരണേ, അപ്പൊ എനിക്ക് കറക്റ്റ് അറിയില്ല, ഇവിടെ റേഞ്ച് കാര്യങ്ങളൊന്നും കിട്ടണില്ല. നമ്മുടെ മറ്റേ ഗഡിനെ വിളിച്ചിട്ട് കിട്ടണില്ല, അവൻ ലൊക്കേഷൻ അയച്ചു തന്നിട്ടില്ല. അപ്പൊ ഇന്നും പെട്ടുപോകുന്നൊന്നും അറിയില്ല. പെട്ടുപോയാലും കുഴപ്പമില്ല, നമുക്ക് ഇനി കറങ്ങി നടക്കാല. പക്ഷെ ഒരു രക്ഷയില്ലാട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളും ഇങ്ങനെ ഒറ്റ മൈൻഡിലൊക്കെ യാത്ര ചെയ്താൽ നമ്മുടെ മനസ്സ് സ്വാഭാവികമായിട്ടും കൂളാവും. നമ്മളിവിടെ നിന്നപ്പോഴേ നമ്മുടെ ഒരു ഫാൻ ഗേൾ വന്നിട്ടുണ്ട്, ആളൊന്ന് പരിചയപ്പെടാം. ഏകള് ചുള്ളത്തി കുറെ നേരമായി നമ്മൾ വീഡിയോ കണ്ടപ്പോ നിക്കാൻ വേണ്ടിട്ട്. എന്തേ പേടിച്ചോണ്ട് ഒന്ന് പേടിപ്പിച്ചത്. അതിന്റെ കടിയിട്ട് ചിലപ്പോ കുറെ നേരമായിട്ട് അവിടെ എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് എടുക്കുന്നുണ്ട്. എന്തായാലും സ്നേഹമുള്ള മുതലാൻ പോകുന്നുണ്ട്. നേരത്തെ വാലാട്ടുണ്ടായി, ഇപ്പൊ വാലാട്ടല്ല, അപ്പൊ സ്നേഹം കുറവായിരിക്കില്ല. ഇവള് വന്ന സ്ഥിതിക്ക് ഇവളുടെ രണ്ടൊന്ന് ക്ലിപ്പ് എടുത്ത് വെക്കാം. അതേ മുകളിലൊക്കെ മഞ്ഞുണ്ട്, അവിടെ നൈസായിട്ട് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുകളിൽ കോടയൊക്കെ പൊന്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇവിടെ അധികം വൈകേണ്ടത് കോട ഇറങ്ങുമെന്ന് തോന്നണം. ഇവിടേക്ക് നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തണുപ്പായിട്ടുണ്ട്. തണുപ്പായാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മ ഇപ്പൊ ഫുള്ള് സെറ്റായി, എൻജോയ്മെന്റ് ആണ് ഫുള്ള്.